കലാകിരീടം ആർക്ക് എന്നതിൽ അവസാന മത്സരഫലം വരെ സസ്പെൻസ് നീണ്ടുപോയി. ഫോട്ടോ ഫിനിഷിൽ തൃശൂർ കിരീടമണിഞ്ഞപ്പോൾ പാലക്കാടും കണ്ണൂരും നേരിയ വ്യത്യാസത്തിൽ പിന്നിലായിപ്പോയി. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരങ്ങളായ ആസിഫ് അലിയും ടൊവിനോ തോമസും മുഖ്യാതിഥികളായിരുന്നു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യ ദിനങ്ങളിൽ മുന്നിൽ നിന്നത് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ കണ്ണൂർ. പിന്നാലെ പാലക്കാട് ലീഡെടുത്തു. പലതവണ ട്വിസ്റ്റ്. ഒടുവിൽ തൃശൂരിന് കിരീടയോഗം. കേരള സ്കൂൾ കലോത്സവം 2024-25 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല 1008 പോയിന്റുമായി തൃശൂർ. സംഘാടന മികവിനെ അഭിനന്ദിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഈ യുവജനോത്സവം പരാതികളില്ലാതെ ഭംഗിയായി തീർക്കാൻ കഴിഞ്ഞതിന് ഞാൻ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അധ്യാപക സംഘടനകളെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കലോത്സവ വേദി അഭിമാനമെന്ന് മുഖ്യാതിഥിയായ ചലച്ചിത്ര താരം ആസിഫ് അലി. ഈ സ്കൂൾ കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്ത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കലാരൂപത്തിൽ നിന്ന് അകന്നു പോകാതെ വേറൊരു പ്രൊഫഷണൽ ലൈഫിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കലയെ നിങ്ങൾ കൈവിട്ടു പോകാതെ ജീവിതകാലം മുഴുവൻ ആ കല നിങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നും ആ കലയാൽ നിങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടണമെന്നും ഞാൻ ആശംസിക്കുന്നു. കല മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതെന്ന് ടൊവിനോ തോമസ്. ജീവിതകാലം മുഴുവൻ കലയെ കൈവിടാതെ നിർത്തുക. കല മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കും, സ്നേഹിപ്പിക്കും. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേളയ്ക്ക് തിരുവനന്തപുരത്ത് പ്രൗഢോജ്വല സമാപനം. അടുത്ത കലോത്സവ വേദി പിന്നീട് പ്രഖ്യാപിക്കും. ടീം 24 തിരുവനന്തപുരം.